ഹലോ ഹലോ ഗൈസ്, ഞാനിന്നൊരു പുതിയൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ചേട്ടനറിയാം എന്താണ്? എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞില്ലല്ലോ. ഇടിച്ചക്കയില്ലേ, നമ്മുടെ ഇടിയൻ ചക്ക, ചക്കയുടെ ചെറുത് ഇടിയൻ ചക്ക കൊണ്ട് ഞാനൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് തോറ്റ് പോകും, അത്രയ്ക്കും ടേസ്റ്റായിരിക്കും അത്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമായിരുന്നല്ല, അത്രയ്ക്കും ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ടേസ്റ്റ് നോക്കാം കേട്ടോ. ഇതാണ് ചിക്കൻ കട്ട്ലേറ്റ്. ചിക്കൻ കട്ട്ലേറ്റ് അല്ല, ഇടിയൻ ചക്ക കട്ട്ലേറ്റ് കേട്ടോ. ഇടിയൻ ചക്ക കൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത്. ചേട്ടന് ഞാനിത് ടേസ്റ്റ് നോക്കാൻ നോക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പം നിങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. കഴിച്ചോണ്ടേയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ബ്രെഡ് ദോശക്കല്ലിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അത് സവാളയുണ്ട്, പച്ചമുളകുണ്ട്. പച്ചമുളകും സവാളയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാനാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് പൊട്ടറ്റോ ഒരു 1.5 ഉണ്ട്, അത് ഞാൻ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ. പിന്നെ പച്ചമുളകും സവാളയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് വഴറ്റൊന്നും വേണ്ട. ശകലം വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ ഞാനിതിൽ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, പെരുംജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളൊന്നത് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പെടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇടിയൻ ചക്കയാണ്. ഇടിയൻ ചക്കയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇടിയൻ ചക്ക കേട്ടോ. അതൊന്ന് നമുക്ക് ഇത്തിരി പൊടിച്ച് ഇങ്ങനെ കൈ കൊണ്ട് അല്ലെങ്കിൽ അമ്മിക്കുത്തി കൊണ്ട് എന്തുകൊണ്ടെങ്കിലും ഒന്ന് ചതച്ചിട്ടിടുക. മിക്സിയിൽ ചതക്കണ്ട കേട്ടോ, മിക്സിയിൽ ചതച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. വേവിച്ചെടുത്ത് പിന്നെ നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. മുട്ട ഞാൻ 2 ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീറ്റ് ചെയ്യല്ല, കൈ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ കാണിച്ചത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് എന്നിട്ട് ഇത് പൊട്ടറ്റോ എല്ലാം കൂടിയിട്ട് ഇതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഞാൻ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്താണ് അത് ഒന്ന്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് കിട്ടും. ഓവൽ ഷേപ്പോ റൗണ്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് കണ്ടില്ല, ഞാൻ ഈ പപ്പടത്തിൻ്റെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടായിരുന്നു, അതിൽ വെച്ചിട്ടൊന്ന് വരച്ചപ്പോൾ നല്ല ഈ ഷേപ്പിൽ നല്ല ഒരേ ഇതിലും കിട്ടും നമുക്ക്. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബീറ്റ് ചെയ്ത മുട്ടയില്ലേ, മുട്ട ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി കൈ കൊണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ, പൊട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് 2 കൈ ഉപയോഗിക്കും വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. നമുക്ക് എങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ ചെയ്യാം. സവാളയൊക്കെ ഒന്നും കൂടി കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ഇത്തിരി എളുപ്പമുണ്ട് എൻ്റെ. നിങ്ങൾ അരിയുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇങ്ങനെ മുട്ടയിൽ മുക്കി കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ഗ്രാംസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ദോശക്കല്ലിൽ ചൂടാക്കി വെച്ചതാണ്. എന്നിട്ട് അത് ബ്രെഡ്, എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ മീതേക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. എപ്പോഴാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അപ്പം എടുത്താൽ മതി. ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഫ്രിഡ്ജിനകത്ത് ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരുന്നോളും, ഒരാഴ്ച വരെ ഇരിക്കും. എപ്പോഴാണ് നമുക്ക് കഴിക്കണം എന്ന് തോന്നണമെന്ന് വെച്ചാൽ വൈകുന്നേരത്തേക്കാണോ എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കുമ്പോൾ ആ നേരം കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഏതോ ഓയിലോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റായിരിക്കും. അത് മാത്രമല്ല, ഈ ഇപ്പോൾ ബിസിനസ് ചെയ്യണ ആൾക്കാർക്കാണെങ്കിൽ ഇടിച്ചക്ക ചക്കയുള്ള കാലത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ലാഭം എടുക്കാം.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്.